ഹലോ, അടുത്ത പാർട്ടിയിലേക്ക് പോയാലോ? ഉണ്ണിപ്പെണ്ണ് ഇന്ന് രാവിലെ കൂടി അപ്പൂനെ അന്വേഷിച്ചതേ ഉള്ളൂ. അപ്പു ചേച്ചി വരുന്ന കാരണം ഇന്ന് ക്ലാസ്സിൽ പോയില്ല എന്ന് പറഞ്ഞ് വാശിയായിരുന്നു. അവസാനം ഞാൻ വഴക്ക് പറഞ്ഞിട്ടാ പോയത് തന്നെ. അപ്പു അതെ രാവിലെ മുതൽ ഉണ്ണിപ്പെണ്ണിനെ കാണാൻ വരുന്ന സന്തോഷത്തിലായിരുന്നു അല്ലേ കാർത്തി? അരുൺ നീലനെ നോക്കി ചോദിച്ചു. അവൻ അതേ നല്ലതെന്ന് തലയാട്ടി. നീലന് അരുണും ഡ്രസ്സ് മാറ്റി വെറുതെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും അപ്പു ആരതി അമ്മയുടെ പിന്നാലെ നടന്നു. പുറത്തേക്ക് പോയ നീലനും അരുണും തിരിച്ചു വരുമ്പോഴേക്കും ചായ റെഡിയായിരുന്നു. വാ മക്കളെ, ചായ കുടിക്കാം. ഉമ്മർത്തിരിക്കുന്നവരെ അമ്മായി വന്ന് വിളിച്ചു. അതേസമയം തന്നെ വീടിന് മുന്നിൽ ഒരു സ്കൂൾ ബസ് വന്നു നിന്നു. അതിൽ നിന്ന് 2 കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പു ചേച്ചി! അപ്പുവിനെ കണ്ടതും ഉണ്ണിപ്പെണ്ണ് വന്ന് അവളുടെ അരികിലേക്ക് ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. അപ്പു നിലത്ത് കുനിഞ്ഞിരുന്നു. ആ ബാഗ് താഴൂരി വെക്കും പെണ്ണെ. അവളുടെ പിന്നാലെ വന്ന ഉണ്ണിപ്പെണ്ണിൻ്റെ ചേച്ചി പറഞ്ഞു. ഉണ്ണിപ്പെണ്ണ് വേഗം താഴെ ബാഗിട്ട് അപ്പൂൻ്റെ മേലേക്ക് കയറി. ശേഷം അവളുടെ ചുണ്ടിലായി മാച്ചു. അതോടെ അപ്പൂൻ്റെ മുഖത്തെ ചിരി മാഞ്ഞു. നിനക്ക് അങ്ങനെ തന്നെ വേണടി. ഞാൻ ഒരു ഉമ്മ തരുമ്പോഴേക്ക് എന്താ ഒരു ഡിമാൻഡ്? നീലം മനസ്സിലോർത്തു. എല്ലാവരും വേഗം വാ, ചായ ചൂടാറും. ഉണ്ണിപ്പെണ്ണിൻ്റെ അമ്മ വന്ന് വിളിച്ചു പറഞ്ഞതും എല്ലാവരും അകത്തേക്ക് നടന്നു. ചായ കുടിക്കുന്ന നേരം അപ്പൂൻ്റെ മടിയിൽ തന്നെയായിരുന്നു ഉണ്ണിപ്പെണ്ണ്. മേശപ്പുറത്തിരിക്കുന്ന എല്ലാ പലഹാരങ്ങളും ഉണ്ണിപ്പെണ്ണ് അപ്പൂൻ്റെ വായിൽ കുത്തിത്തിരിക്കുന്നുണ്ട്. അപ്പു വേണ്ടാന്ന് പറഞ്ഞ് അവളുടെ മുടി പിടിച്ചു വലിക്കും, കടിക്കും. അതെല്ലാം കണ്ട് നീലിന് ചെറു ദേഷ്യം വന്നുവെങ്കിലും അവൻ മിണ്ടാതെ ഇരുന്നു. ചായ വേഗം കുടിച്ച് അവൻ എഴുന്നേറ്റ് പോവുകയും ചെയ്തു. അപ്പു ആണെങ്കിൽ ആകെ പെട്ട അവസ്ഥയിലാണ്. ആ കുട്ടി എന്തിനാ പൂർണ്ണ ഇങ്ങനെ ഉപദ്രവിക്കണേ? സന്ധ്യയ്ക്ക് മുറ്റത്ത് നിൽക്കുന്ന നേരം നീലൻ അരുണനോടായി ചോദിച്ചു. അത് ചെറുപ്പം മുതൽ അങ്ങനെയാ. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മളെങ്ങനെയാ കുട്ടിയെ ചീത്ത പറയാ? ഇവിടെ ഉള്ളവരാണ് ഈ ഉണ്ണിപ്പെണ്ണിനെ താഴത്തും തലയിലും വെക്കാതെ നടക്കണേ. അതിനൊരു കാരണം കൂടി ഉണ്ട്. ഇവിടുത്തെ അമ്മാവൻ്റെ ഓർമ്മ ദിവസമാണ് ഉണ്ണിപ്പെണ്ണ് ജനിച്ചത്. ആ സ്നേഹം എല്ലാവർക്കും. അതൊക്കെ അവരുടെ കാര്യം. അപൂർണ ഇങ്ങനെ ഉപദ്രവിക്കണേ എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. മുഖം വീർപ്പിച്ചുള്ള നീലിൻ്റെ പറച്ചിൽ കേട്ട് അരുണിൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. അരുണളിയോ! പിന്നിൽ നിന്നുള്ള വിളി കേട്ട് നീലനും അരുണും ഒരുമിച്ച് തിരിഞ്ഞു നോക്കി. ടക്കിൻ ചെയ്ത ഷർട്ടും തോളിലൊരു ബാഗും തൂക്കി അവരുടെ അരികിലേക്ക് വരുന്ന ആളിനെ നീലം സംശയത്തോടെ നോക്കി. എപ്പോൾ എത്തിളിയാ? അരുണൻ്റെ വയറിനിട്ട് ഒന്ന് കുത്തിക്കൊണ്ടവൻ ചോദിച്ചു. ഉച്ചയ്ക്ക് എത്തിയിടാ. എങ്ങനെ പോകുന്നു നിന്റെ ബാങ്ക് ഉദ്യോഗം? നന്നായി പോകുന്നു. ഇതാണല്ലേ അപ്പൂൻ്റെ ഭർത്താവ്? ഞാൻ ഫോട്ടോയിൽ കണ്ടിട്ടുള്ളോ? അയാൾ നീലിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. നീലിനെ തിരിച്ചു. ഇത് ദിലീപ്, അമ്മായിയുടെ 2ാമത്തെ മകനാ. അരുൺ നീലനെ പരിചയപ്പെടുത്തി കൊടുത്തു. വാ, അകത്തേക്ക് പോവാം, ഇരുട്ടായില്ലേ. നീലന് പിന്നാലെ അവരും അകത്തേക്ക് നടന്നു. നിങ്ങൾ ചായ കുടിച്ചായിരുന്നാ? അമ്മയുടെ കയ്യിൽ നിന്നും ചായ വാങ്ങി ദിലീപ് ചോദിച്ചു. അരുൺ തലയാട്ടി. എന്നിട്ട് നമ്മുടെ അപ്പു എവിടെ? ദിലീപ് ചോദിച്ചു. അവൾ അപ്പുറത്ത് ഉണ്ണിമോളുടെ കൂടെ കളിക്കുന്നുണ്ട്. ഓ, ഉണ്ണിമോൾക്ക് പിന്നെ അപ്പു ചേച്ചിയെ കിട്ടിയാൽ ഞങ്ങളൊന്നും വേണ്ടാലോ. ശരിക്കും അപ്പൂനെ ദിലീപിനെ കൊണ്ട് കെട്ടിക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പിന്നെ പെട്ടെന്ന് ഒരു ദിവസം അവളുടെ കല്യാണം ഉറപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളും അങ്ങ് വല്ലാണ്ടായി. അമ്മായി പറഞ്ഞു. ഞാൻ കുറച്ച് ലേറ്റായി പോയിന്നേ. അപ്പൂനെ കെട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാ ഞാൻ അരുണേട്ടനെ അളിയാന്ന് വരെ വിളിക്കാൻ തുടങ്ങി. സാരല്ല, എല്ലാം വിധി. ദിലീപ് പറയുന്ന കേട്ട് നീല് ചിരിച്ചെന്ന് വരുത്തി ഇരുന്നിടത്തൊന്ന് എണീറ്റു. എനിക്കൊരു കോള് വരുന്നുണ്ട്, നിങ്ങൾ സംസാരിക്കേ. അത് പറഞ്ഞ നീലം പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കുറച്ചു നേരം മുറ്റത്ത് കൂടെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഈ പെണ്ണിത് എവിടെയാണവോ? നീലം മനസ്സിലോർത്തതും റൂമിൽ നിന്ന് ഉണ്ണിപ്പെണ്ണിൻ്റെ ബഹളം കേട്ട് ഒരുമിച്ചാണ്. നീലൻ ഒരു പുഞ്ചിരിയോടെ റൂമിലേക്ക് നടന്നു. നീലനെ കണ്ടത് ഉണ്ണിപ്പെണ്ണ് അപ്പൂൻ്റെ മറവിലേക്ക് വിളിച്ചു. ഉണ്ണിപ്പെണ്ണിൻ്റെ ചെറിയ അച്ഛൻ അവിടെ വന്നിട്ടുണ്ടല്ലോ. നീലം ബെഡിലിരുന്നുകൊണ്ട് പറഞ്ഞു. ആണോ? എന്നാ ഞാൻ പോയി ചോക്ലേറ്റ് വാങ്ങി വരാം അപ്പു ചേച്ചി. കുഞ്ഞു പുറത്തേക്ക് ഓടി ഇറങ്ങിയത് അപ്പു വേഗം അടച്ചു. എൻ്റെ ദൈവമേ, ജീവൻ തിരിച്ചിട്ടി. അവൾ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു. ഇതെന്ത് കോളാടി? അപ്പുവിൻ്റെ അലങ്കോലായ മുടി ഒതുക്കി വെച്ചുകൊണ്ട് നീലം ചോദിച്ചു. ആ പെണ്ണിൻ്റെ പണിയാ, അവളുടെ ഒരു ഹെയർ സ്റ്റൈല്. മനുഷ്യൻ്റെ മുടി പറഞ്ഞു വരാമെന്ന് ഭാഗ്യം. എൻ്റെ കുഞ്ഞിനെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ടല്ലേ ആ കുട്ടി. സാരമില്ല നീല. അപ്പു ചേച്ചി! അപ്പോഴേക്കും ഡോറി തട്ടിയുള്ള വിളി വന്നിരുന്നു. വീണ്ടും വന്നു. അപ്പോൾ വാതിൽ തുറക്കാൻ എണീറ്റ് നീലൻ അവളുടെ കയ്യിൽ പിടിച്ചു. പോവല്ല കുഞ്ഞ്, കുറച്ച് നേരം എൻ്റെ കൂടെ എത്തി.
അപ്പു ചേച്ചി ഇതേ ചോക്ലേറ്റ് വാതിൽ തുറക്ക്. മോളെ അപ്പു ചേച്ചി കുളിക്കുക, കുളി കഴിഞ്ഞിട്ട് മോളുടെ അടുത്തേക്ക് വരാന്ന് പറയാം. നീലനകത്തുനിന്ന് വിളിച്ചു പറഞ്ഞു. വേഗം വരാൻ പറയണേ. അത് പറഞ്ഞ് ഉണ്ണിപ്പെണ്ണ് ഹാളിലേക്ക് ഓടി. നീലൻ അപ്പുവിൻ്റെ കയ്യിലെ ഉണ്ണിപ്പെണ്ണ് കടിച്ച ഭാഗത്ത് പതിയെ തൊട്ടു. എന്താ നീല നിനക്ക് പറ്റിയേ? മുഖം വല്ലാണ്ടിരിക്കണേ. നീ എൻ്റെ അല്ലേ കുഞ്ഞ്, എൻ്റെ മാത്രല്ലേ? നീലൻ്റെ ചോദ്യം കേട്ട് അപ്പുവിൻ്റെ മുഖം ചുളിഞ്ഞു. എന്താ നീല ഇപ്പം ഇങ്ങനെ ഒരു ചോദ്യം? എനിക്കെന്തോ പോലെ. നീ എൻ്റെ മാത്രമായാൽ മതി. അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ഇറുക്കിയെ പുണർന്നു. എന്തപ്പണ്ടായേ? അപ്പു പരിഭവം നിറഞ്ഞു. അവൻ നീലനിൽ നിന്ന് അകന്നു മാറാൻ ശ്രമിച്ചു. കുറച്ചു നേരം പ്ലീസ്. നീല വീണ്ടും അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചതും അപ്പു അവനെ ചുറ്റിപ്പിടിച്ചു. അപ്പു ചേച്ചി കുളിച്ചു കഴിഞ്ഞില്ലേ? വീണ്ടും വാതിൽ കൊട്ടു തുടങ്ങി. പോയിക്കോ. നീലൻ അവളുടെ കവിളി ഉമ്മവെച്ച് അകന്നു മാറി. നീലനൊന്ന് നോക്കിയ ശേഷം അവൾ ചെന്ന് വാതിൽ തുറന്നു. ചേച്ചി വാ, അവിടെ എല്ലാവരും ഹാളിലുണ്ട്, വാ ചേച്ചി. അവൾ അപ്പുവിൻ്റെ കയ്യിൽ തൂങ്ങിക്കൊണ്ട് പറഞ്ഞു. നീല നീ വരുന്നില്ലേ? ഇല്ല. വരുമോ പ്ലീസ്? കുഞ്ഞ അപ്പുവിൻ്റെ മറവിൽ നീലനെ ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് ചോദിച്ചു. നീലൻ ചിരി വന്നു. ഫോൺ ചാർജിനിട്ട് നീലൻ അവർക്കൊപ്പം ഹാളിലേക്ക് വന്നു. നിനക്കെന്താടി അപ്പു, കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാറ്റമില്ലല്ലോ? അപ്പുവിനെ കണ്ടതും ദിലീപ് ചോദിച്ചു. കല്യാണത്തിന് മുമ്പേ ഞാൻ കുണുങ്ങി നടന്നിരുന്നേ, പക്ഷെ ഇപ്പോൾ ഞാൻ ചാടിച്ചടിയാ നടക്കണേ. ഇത്ര മാറ്റം മതിയോ ചേട്ടാ? അപ്പുവിൻ്റെ ആക്ഷനും പറച്ചിലും കേട്ട് എല്ലാവരും ചിരിച്ചു. നിന്റെ ഈ ചളിവാരി അറിയലിനൊരു മാറ്റമില്ല അല്ലേ? ഏയ് അത് കൂടിയിട്ടുള്ളോ? അരുണൻ്റെ വകയായിരുന്നു അത്. ദീപക് വന്നല്ലോ, ഇനി എന്തായാലും കഴിക്കാൻ എടുക്കാം. അമ്മായും ദീപകിൻ്റെ ഭാര്യ അടുക്കളയിലേക്ക് പോയി. ഒപ്പം പിന്നാലെ അപ്പു ആരതിയും. ഉണ്ണിപ്പെണ്ണിൻ്റെ അച്ഛനാണ് ദീപക്, അമ്മായിയുടെ മൂത്ത മകൻ. അയാൾ നീലനോട് ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു. നിങ്ങൾക്ക് നാളെ തന്നെ പോവണോ? 2 ദിവസം കൂടി ഇവിടെ നിന്നിട്ട് പോയാൽ പോരെ? ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ദിലീപ് ചോദിച്ചു. ഞങ്ങൾ പിന്നെ ഒരു ദിവസം വരാം, അരുൺ പറഞ്ഞു. ഇവനെങ്ങനെയൊക്കെ പറയും, പിന്നെ ഈ വഴിക്ക് വരില്ല. അമ്മായി അത് പറഞ്ഞ് നീലെന്ന് നേരെ തെറിഞ്ഞു. മോനെന്തായാലും 2 ദിവസം ഇവിടെ നിന്നിട്ട് പോയാൽ മതി. അയ്യോ അമ്മായി, എനിക്ക് അവിടെ കുറച്ച് തിരക്കുകളുണ്ട്, നാട്ടിൽ നിന്നും അധികം മാറി നിൽക്കാൻ പറ്റില്ല. അത് പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർത്തേ. ധ്രുവ എന്താ ചെയ്യണേ? ദിലീപ് ചോദിച്ചു. അവൻ എന്താ ചെയ്യണേന്ന് ചോദിക്കി. പാട്ട്, ട്യൂഷൻ, കൃഷി അങ്ങനെ എല്ലാം ഉണ്ട്. പിന്നെ നീ ധ്രുവെന്നൊന്നും വിളിക്കണ്ട, ഇവനെല്ലാവരും കാർത്തിന്നാ വിളിക്കണേ, അരുൺ പറഞ്ഞു. അപ്പോൾ ഒരു സകലകല വല്ലഭനാണല്ലേ? ദിലീപ് ചോദിച്ച നീലനൊന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. രാത്രി കിടക്കാൻ നേരം അപ്പുവിനെ കാത്തിരിക്കുകയാണ് നീലൻ. കുറേ നേരമായി ഹാളിൽ നിന്നും ബഹളം കേൾക്കുന്നു. നിനക്കെന്താ ഉണ്ണിപ്പെണ്ണെ ഞാൻ പറയുന്നത് മനസ്സിലാവണില്ലേ? അമ്മയുടെ ശബ്ദം ഉയർന്നു. എനിക്ക് അപ്പു ചേച്ചിയുടെ കൂടെ കിടന്നാൽ മതി, കുട്ടി ഉറക്കെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അപ്പു ആണെങ്കിൽ ഉറക്കത്തിൽ കൂടി ഇനി കുട്ടിയുടെ ഉപദ്രവം സഹിക്കാൻ വയ്യാന്ന എക്സ്പ്രഷനിൽ ഇരിക്കുകയാണ്. ഉണ്ണിപ്പെണ്ണിൻ്റെ ഉറക്കെയുള്ള കരച്ചിൽ കേട്ട് നീലനും ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു. അവൻ ബെഡിൽ നിന്നും ചാടി എണീറ്റ് ഹാളിലേക്ക് വന്നു. ശ്വാസം നാഞ്ഞു വലിച്ച് കുഞ്ഞിൻ്റെ മുന്നിലായി മുട്ടുകുത്തിയിരുന്നു. വാ. അവൻ കുഞ്ഞിന് നേരെ കൈ നീട്ടിയതും അവൾ നീലനെ അധികം പരിചയമില്ലാത്തതിന് ഇല്ലാന്ന് തലചലിപ്പിച്ചു. വാ ഉണ്ണിപ്പെണ്ണെ, നമുക്ക് അമ്മു ചേച്ചിയുടെ കൂടെ കിടക്കാലോ. സത്യം സത്യം, അവൻ പറഞ്ഞതും ഉണ്ണിപ്പെണ്ണ് നീലൻ്റെ മേലേക്ക് കയറി. അയ്യോ വേണ്ട, നിനക്കൊരു ബുദ്ധിമുട്ടാവും, അവളുടെ അമ്മ തടഞ്ഞു. ഏയ് ഇല്ലാന്നേ. കുഞ്ഞിനെ എടുത്ത് അവൻ റൂമിലേക്ക് നടന്നു. പിന്നാലെ മുഖം വീർപ്പിച്ച അപ്പുവും. നീലൻ കുഞ്ഞിനെ ബെഡിലേക്ക് കിടത്തി. അരികിലായി അവനും കിടന്നു. അപ്പു വാതിലടച്ച് ഉണ്ണിപ്പെണ്ണിൻ്റെ അപ്പുറത്ത് വന്ന് കിടന്നു. ഞാൻ എന്താ വിളിക്കി മാമനെ? ഉണ്ണിപ്പെണ്ണ് അപ്പുവിനോടായി പതിയെ ചോദിച്ചു. മോൾക്ക് ഇഷ്ടമുള്ളത് വിളിച്ചോ? അപ്പു പറഞ്ഞതും മോള് നീലിന് നേരെ തിരിഞ്ഞു കിടന്നു. മാമൻ്റെ പേരെന്താ? ആഹാ, ഇത്ര നേരമായിട്ടും ഇപ്പോഴാണ് എന്നോട് പേര് ചോദിക്കണേ. എൻ്റെ പേര് കാർത്തി. കാർത്തി മാമയുടെ ആരാ അപ്പു ചേച്ചി? ആ ചോദ്യം കേട്ട് നീലൻ്റെ മുഖത്തൊരു ചിരി വിരിഞ്ഞു. കാർത്തി മാമയുടെ എല്ലാം ഈ അപ്പു ചേച്ചി. ആണോ അപ്പു ചേച്ചി? മോള് വിശ്വാസം വരാതെ ചോദിച്ചു. മറുപടിയായി അവൾ തലയാട്ടി. എന്നാൽ നമുക്ക് 3 പേർക്കും കൂടെ കളിക്കാം, ഒളിച്ചു കളിക്കാം. കളിക്കേ? ഇപ്പോഴോ? ഇപ്പം നമുക്ക് ഉറങ്ങാം, എന്നിട്ട് നാളെ കളിക്കാം. എനിക്ക് ഉറക്കം വരുന്നില്ല, നമുക്ക് കളിക്കാം.
ദേ ഈ മാമ നന്നായി പാട്ട് പാടുമല്ലോ. അത് കേട്ടാ മോൾക്ക് ഉറക്കം വരും. നീല ഒരു പാട്ട് പാട്. മാമ പാട്ട് പാടുവോ? ഏത് പാട്ടാ മോക്ക് വേണ്ടേ? കുഞ്ഞു വാവയ്ക്ക് പാടുന്ന പാട്ട്. നീലൻ ഒന്ന് ആലോചിച്ച ശേഷം താളം പിടിച്ച് പാട്ട് പാടാൻ തുടങ്ങി. നൂറ്റുണ്ടായൊരുണ്ണി അമ്മ കാത്തു കാത്തുണ്ടായൊരുണ്ണി അമ്പോറ്റിക്കണ്ണന്റെ മുൻപിൽ അമ്മ കുമ്പിട്ടു കിട്ടിയ പുണ്യം ചോടൊന്നു വയ്ക്കുമ്പോൾ അമ്മയ്ക്കു നെഞ്ചിൽ കുളിരാം കുരുന്നാകുമുണ്ണി. നീലൻ പാടി നിർത്തുമ്പോഴേക്ക് അപ്പു ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. എനിക്ക് ഉറക്കം വരുന്നില്ലോ മാമ, നമുക്ക് ഒളിച്ച് കളിക്കാം. ഉണ്ണിപ്പെണ്ണിൻ്റെ പറച്ചിൽ കേട്ട് നീലൻ ആകെ പെട്ട അവസ്ഥയിലായി. ഇതെല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ നല്ലൊരു ദിവസം നേരുന്നു. താങ്ക്